ഹലോ അസ്സലാമു അലൈക്കും. ഞാൻ ബുഷ്ര റഷീദ്. ഇന്ന് ഞാൻ പാൻകോ ബ്രെഡ് ക്രംസ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് കാണിക്കാം. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ഇത് റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് പറയാം. പാൻകോ ബ്രെഡ് ക്രംസിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാക്കറ്റ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇത് മധുരമില്ലാത്ത നോർമൽ ബ്രെഡാണ്. മധുരമില്ലാത്ത ബ്രെഡ് വേണം ഇതിനെടുക്കാൻ. ഇതിൻ്റെ സൈഡിലുള്ള ബ്രൗൺ കളർ മൊത്തം കട്ട് ചെയ്ത് മാറ്റാം. സൈഡിലെ ബ്രൗൺ കളർ ഇല്ലാതെ വേണം ഈ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ. അപ്പോൾ ഇത് ഞാനങ്ങനെ ഒരു പാനിലേക്ക് ഇട്ടിട്ട് കൈകൊണ്ട് തന്നെ നുറുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കൈകൊണ്ട് നല്ലവണ്ണം പൊടിച്ചെടുത്താലും മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതിപ്പം കൈകൊണ്ട് നുറുക്കി കഴിഞ്ഞാൽ തന്നെ റോസ്റ്റ് ചെയ്യുമ്പം അത് ചെറുതായിട്ട് വരും. ഇനി ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിൽ ഒന്ന് പാൻ ചൂടാകാൻ മാത്രം ഹൈ ഫ്ലെയിം വെക്കാം. പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം കുറച്ചിട്ടിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇതിനെ റോസ്റ്റ് ചെയ്യണം. വളരെ സ്ലോയിൽ വേണം റോസ്റ്റ് ചെയ്യാൻ. ഇതിൻ്റെ കളറ് ചേഞ്ച് ആവാൻ വേണ്ടി പാടില്ല. ആ വൈറ്റ് കളറിൽ തന്നെയാണ് കിട്ടേണ്ടത്. അപ്പോൾ ഇനി ഇതിൻ്റെ ഡിഫറെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും സാധാ ബ്രെഡ് ക്രംസും പാൻകോ ബ്രെഡ് ക്രംസും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവലോസ് ഉണ്ടയും അരിയുണ്ടയും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ്. അരിയുണ്ടയ്ക്ക് അരി വറുത്തിട്ട് പൊടിച്ചെടുക്കും, അവലോസ് ഉണ്ടയ്ക്ക് അരി പൊടിച്ചിട്ട് വറുത്തെടുക്കും അല്ലേ. അതുപോലെ സാധാ നമ്മുടെ ബ്രെഡ് ക്രംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെഡ് ഉണക്കിയിട്ട് പൊടിച്ചെടുക്കും, ഇത് പൊടിച്ചെടുത്തിട്ട് വറുത്തെടുക്കും. പിന്നെ ഇതിനെ കൊണ്ടുള്ള മാറ്റം, നമ്മുടെ സാധാ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്നത് മൊത്തം എല്ലാ ബ്രെഡുകളും അതിൽ മിക്സ് ആയിരിക്കും. ചിലപ്പം വാങ്ങിക്കുന്നതിൽ ടൂട്ടി ഫ്രൂട്ടി പോലും കാണാം. അപ്പം മധുരമുള്ള ബ്രെഡും എല്ലാം ഉണ്ടാകുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കട്ട്ലേറ്റിനൊക്കെ കോട്ട് ചെയ്ത് കഴിയുമ്പം കട്ട്ലേറ്റൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചൂട് തട്ടുന്ന സമയത്ത് ഇതിൽ ഷുഗർ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അതിലുള്ള ഷുഗർ കാരമലൈസ് ആകുന്ന സമയത്ത് കട്ട്ലേറ്റൊക്കെ പെട്ടെന്ന് കരിഞ്ഞതുപോലെ ഉണ്ടാവും. ആ ഒരു കളറ് നല്ലൊരു ഭംഗിയിൽ കിട്ടില്ല. അപ്പം അതിന് ഈ ഒരു പാൻകോ ബ്രെഡ് ക്രംസ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾ കുറേ റെസിപ്പിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഹിന്ദി ചാനലിലൊക്കെ കാണാം പാൻകോ ബ്രെഡ് ക്രംസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എന്തിനെങ്കിലും യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. വാങ്ങിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സാധാ ബ്രെഡ് ക്രംസിന് നമ്മൾ 50-60 രൂപ കൊടുക്കും. കിലോ 50-60 രൂപ കൊടുക്കുന്നതാണെങ്കിൽ ഇതൊരു കിലോന് 300 രൂപയാണ് വരുന്നത്. അതും എല്ലാ സ്ഥലത്തൊന്നും വാങ്ങാൻ കിട്ടുകയില്ല. അപ്പം മധുരമില്ലാത്ത ബ്രെഡ് വാങ്ങി അതിൻ്റെ വൈറ്റ് മാത്രം എടുത്ത് ഇതുപോലെ റോസ്റ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിപ്പോൾ ഏകദേശം 10-25 മിനിറ്റ് ഞാൻ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാൻ വേണ്ടി വെക്കാം. ചൂടാറിക്കഴിഞ്ഞാൽ ഇതൊരു എയർ ടൈറ്റ് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇപ്പം നല്ല ക്രിസ്പി ആയിട്ടാണുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.